ഹായ്, വിഷുവൊക്കെയല്ലേ വരുന്നേ? നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ആയാലോ? എല്ലാവർക്കും സുഖമല്ലേ? ഇതിനായി ഇവിടെ ഞങ്ങൾ ചപ്പിക്കുടിയൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഇങ്ങനെ തന്നെയാണോ പറയുന്നത്? വേറെ പേരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. മാമ്പഴം ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് മാമ്പഴത്തിന്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ അതിന്റെ അറ്റം മുറിച്ച് തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. മാമ്പഴത്തിന്റെ തൊലി കളഞ്ഞ് നമുക്കതൊരു ചട്ടിയിലേക്ക് മാറ്റാം. നമ്മളിവിടെ എല്ലാ മാങ്ങയും തൊലി കളഞ്ഞ് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞങ്ങളിവിടെ 7 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. മാമ്പഴം പൊങ്ങുന്നതിനാവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടുപ്പിൽ വയ്ക്കാം. ഇതിൽ മാങ്ങയും വെള്ളവും മാത്രമേ ഉള്ളൂ. കറി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. പാനിക്ക് പകരം ശർക്കര ചേർത്താലും മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. 1.5 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. അടിയിൽ പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. ഈ രീതിയിലാണോ നിങ്ങൾ മാമ്പഴ പുളിശ്ശേരി വെക്കാറ്? ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് കോവിലകം സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരിയാണ്. മാമ്പഴമെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരപ്പിനായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടിയും. ഇതിലേക്ക് കുറച്ച് തൈരൊഴിച്ച് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ ഇതിന് നല്ല മണമാണ്. ഒപ്പം ഇതിൻ്റെ ഈ ചാറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങ ഇതേപോലെ അരയണേ. ഇനി നമുക്ക് മിക്സി ജാറ് കഴുകിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോഴാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടത്. അതെടുക്കാൻ മറന്നുപോയി. പുളി ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി തൈര് ചേർക്കാവുന്നതാണ്. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിടാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. മാമ്പഴത്തിൻ്റെയും ശർക്കരയുടെയും നെയ്യിൻ്റെയും എല്ലാം ടേസ്റ്റ് കൂടുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചെറുപറ പൊട്ടുമ്പോൾ 3/4 ടീസ്പൂൺ ഉലുവ ഇടാം. ഇനി ഇതിലേക്ക് 3-4 മുഴുവൻ മുളക് പൊട്ടിച്ച് ഇടാം. കൂടെ കുറച്ച് കറിവേപ്പിലയും. മുളക് മൂക്കുമ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കോവിലകം മാമ്പഴ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പ്ലീസ് സബ്സ്ക്രൈബ്. ഹാപ്പി വിഷൻ. താങ്ക് യു.